ഇന്ന് ചിങ്ങം ഒന്നായതുകൊണ്ട് അമ്മയും മക്കളും ഞാനും മന്നിയൊക്കെ ആയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. നമ്മുടെ വീട്ടിനടുത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളിങ്ങനെ അമ്പലങ്ങളിൽ പോകാറുണ്ട്. അമ്പലങ്ങളിൽ പോകുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സമാധാനമല്ലേ. അപ്പോൾ ഇത് ചാവരമ്പലമാണ് കേട്ടോ, വീട്ടിനടുത്തുള്ള അമ്പലമാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ വന്നേക്കുന്നത്. അമ്പലത്തിൽ വന്ന് മക്കളൊക്കെ അവിടെ നിൽക്കുകയാണ്. ഞാൻ രസീത് എഴുതാനായിട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ചരട് ജപിക്കാൻ രസീതൊക്കെ എഴുതിച്ചു. എല്ലാവർക്കും ഉണ്ട് കേട്ടോ ചരട് ജപിക്കാൻ. അങ്ങനെ ചരട് അവിടെ എല്ലാം തൊഴുതു. ചരടൊക്കെ ജപിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഒരു കാവുണ്ട്, അവിടെ തൊഴുവാനായിട്ട് വന്നു. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പട്ടൊക്കെ കെട്ടി താഴെ ഒരു കുഞ്ഞു തോടും നിറയെ മരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ തൊഴുതിറങ്ങി അവിടേക്കൊന്ന് ഓടി നടന്നു കേട്ടോ മക്കൾ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വേറൊരു അമ്പലത്തിലേക്ക് വന്നു. ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. ഇത് വയലിൽ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ആമ്പൽക്കുളമൊക്കെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. ഇവിടെ സപ്താഹമൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരുക്കങ്ങളൊക്കെ. അപ്പോൾ വൈകുന്നേരം പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു. നോക്കിക്കേ എന്ത് ഭംഗിയാന്ന്. ഇവിടെ വന്ന് തൊഴുത് കഴിയുമ്പോൾ തന്നെ മനസ്സിനൊക്കെ ഒരു ഭയങ്കര സമാധാനമാണ്. അമ്പലത്തിൽ തൊഴുത് പെട്ടെന്ന് ഓടി അങ്ങ് പോവാതെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആ പാട്ടും ആ മൊത്തത്തിലുള്ള ആംബിയൻസും ഒക്കെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ അല്ലേ. എൻ്റെ മക്കളുണ്ട്, ഏത് മരം കണ്ടാലും ചെടി കണ്ടാലും അതിനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ടേ പോവുള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന് തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെയൊക്കെ കുടുംബക്ഷേത്രമായിട്ടുള്ള അവിടേക്ക് പോവുക. ഒരു ദേവീ ക്ഷേത്രമാണ്, കുന്നത്ത് വീട്ടിൽ ദേവീ ക്ഷേത്രം. അങ്ങോട്ടേക്ക് നമ്മൾ വന്ന വണ്ടി അങ്ങ് തിരിച്ചു പോയി കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളെ വിളിക്കാനേ വരും. അപ്പം ഞങ്ങൾ കരുതി നടന്നങ്ങ് പോയേക്കാന്ന്. അപ്പോൾ നടന്ന് പോവുക കേട്ടോ. നല്ല വയലൊക്കെ ഉണ്ട് കേട്ടോ, തോടും വയലും വരമ്പും ഒക്കെയാണ്. എപ്പോഴും ഞാൻ പറയും എൻ്റെ നാളെ പച്ചപ്പ് ഹരിതാപമൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടോ ഇത്രയ്ക്കും പച്ചപ്പ് ഹരിതാപമൊക്കെ ഉണ്ടെന്ന്. സത്യമായിട്ട് നല്ല പച്ചപ്പാണ് കേട്ടോ. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, എൻ്റെ വീഡിയോയ്ക്ക് എപ്പോഴും നല്ല പച്ചപ്പാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ പച്ചപ്പെന്ന് പറയുന്നത്. കണ്ടേ നോക്കിക്കേ, എത്രയോ പേര് ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ ഭയങ്കര ബ്ലസ്ഡാണ്, ഞങ്ങളുടെ നാട് എപ്പോഴും ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി കേട്ടോ. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്ന ബാലമോള് പെട്ടെന്ന് എന്നെ എടുത്തോ അമ്മയെന്ന് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സാരിയും കുടിച്ചുകൊണ്ട് ഞാൻ വലിഞ്ഞു പിടിച്ചങ്ങ് കയറി. അങ്ങനെ അമ്പലത്തിൽ ചെന്നു. അവിടെയും നമ്മളെ ചുറ്റി നടന്നങ്ങ് തൊഴുതു കേട്ടോ. അത് അവിടുത്തെ കൽവിളക്കിലൊക്കെ വിളക്ക് കത്തിരിക്കുന്നു നോക്കി എന്ത് ഭംഗിയാന്ന്. അവിടെ നിന്ന് തൊഴുത് ഇറങ്ങി തിരിച്ച് വന്നപ്പോഴത്തേക്ക് മക്കൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞ അത്താഴത്തിന്. അങ്ങനെ പിന്നെ അത് മേടിക്കാൻ കയറി. മാഗി വാങ്ങാനാണ് കയറിയെങ്കിലും പിന്നെ മിഠായി വാങ്ങി. മിഠായി എല്ലായ്പ്പോഴും 3 കണക്ക് മക്കൾക്കും മഞ്ഞയ്ക്കും വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങാൻ പോയാൽ ഒരു കൂട്ടം സാധനം വാങ്ങിക്കൊണ്ട് വരേണ്ട അവസ്ഥയാണ്. എന്തെങ്കിലുമൊക്കെ അൺപ്ലാൻഡ് ആയിട്ട് പെട്ടെന്ന് പിള്ളേർ പറയും, പിന്നെ അതൊക്കെ വാങ്ങിക്കും. അങ്ങനെ അവിടെ നിന്നെല്ലാം സാധനം വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളൊരു വീട്ടിൽ നാളെ പാലുകാച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ഉടനെ ഇടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഉടനെ തന്നെ മഞ്ഞക്കുഞ്ഞ് ബാലമോളുടെ കൈ കിടന്ന ചരടം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉടനെ അവൾക്ക് ചരട് കെട്ടിക്കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ജപിച്ച് ചരടെല്ലാം കെട്ടി. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് എത്തി കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഒരു 7-7:30 മണിയൊക്കെ ആയി. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ചിങ്ങം ഒന്നല്ലേ, അപ്പോൾ നല്ലൊരു വൈകുന്നേരമായിരുന്നു. അമ്പലത്തിലേക്ക് പോയി കഴിയുമ്പോൾ മനസ്സിനൊക്കെ ഒരു പ്രത്യേക സമാധാനമൊക്കെ അല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം സബ്സ്ക്രൈബേഴ്സ് കൂടിയല്ലേ നമുക്കും കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചാച്ചാ ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാച്ചാ.